നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോബെറി ഉണ്ട്, കിക്കാറ്റും ഉണ്ട്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാൻ പോവാണ്. ഷെയ്ക്ക് അല്ല, ജ്യൂസാണ് അടിക്കുന്നത്. തൊണ്ടൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഷെയ്ക്ക് അടിച്ച് കുടിക്കാറില്ല. പാല് കട്ടിയുണ്ടെങ്കിൽ ഷെയ്ക്കായി, ലൂസായിട്ട് പാല് കൊണ്ട് അടിക്കുകയാണ് ജ്യൂസായി. അപ്പോൾ രണ്ടിനും കൂടി മിക്സ് ചെയ്ത് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്താ വെച്ചാൽ സ്ട്രോബെറിയും കിക്കാറ്റും മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസാണ്, ഷെയ്ക്ക് അല്ല. സോ ട്രൈ ചെയ്തൊക്കെ വാ. അപ്പോൾ ഗായ്സ് പറഞ്ഞ പോലെ തന്നെ പാല്, സ്ട്രോബെറി, ഇതാണ് കിക്കാറ്റ്. ഞാൻ ഒരു കിക്കാറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പഞ്ചസാര. കാരണം സ്ട്രോബെറി എത്ര ഭംഗിയുള്ള ഫ്രൂട്ടാന്ന് പറഞ്ഞാലും സ്ട്രോബെറിക്കായിട്ടൊരു പുളിയുണ്ട്. സ്ട്രോബെറി ഒരു പുളിയുള്ള ഫ്രൂട്ടാണ്. സോ അതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിങ്ങനെ 1/2 ലിറ്റർ പാൽ കേട്ടോ. അതായത് നമുക്കൊരു വീഡിയോ ടെസ്റ്റിംഗ് വീഡിയോ ആയതുകൊണ്ട് അധികമൊന്നും നമ്മൾ കേടെടുത്തുന്നില്ല. അതുപോലെ തന്നെ പാല് കട്ടപ്പാലല്ല, ഞാൻ ജ്യൂസാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ഷെയ്ക്കല്ല. അപ്പോൾ ജ്യൂസിൻ്റെ രീതിയിലുള്ള തിക്നെസ് എനിക്ക് മതി. അപ്പോൾ സ്ട്രോബെറി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടോപ്പിങ്ങിനും ഞാൻ കുറച്ചിടും. എന്തായാലും അധികം കട്ടില്ലാത്ത ഫ്രൂട്ട് ആയതുകൊണ്ട് സ്ട്രോബെറി എത്ര ഇട്ടാലും കുഴപ്പമില്ല, ഭയങ്കര ഫ്ലേവർ വരണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അതിന് ശേഷം എന്തായാലും കിക്കാറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും മധുരം ഉണ്ടായിരിക്കും. പക്ഷെ അതിന് പുറമെ കുറച്ച് വെറും ഒരു 2-3 ടീസ്പൂൺ മധുരം ഇട്ടിട്ടുണ്ട്. ബാക്കി കിക്കാറ്റിൻ്റെയും സ്വീറ്റ്നസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതായിരിക്കും. കിക്കാറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രോസൺ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കഞ്ഞി പൊട്ടി പിടിക്കുള്ളൂ. അതുകൊണ്ട് കേട്ടോ ഈ ഫുൾ കിക്കാറ്റ് ഇടും. ഇത് ഏകദേശം 25 രൂപയുടെ കിക്കാറ്റാണ്. ഇത് ഞാൻ ഫുള്ള് ഇടുന്നുണ്ട്. എന്തായാലും മധുരമായിരിക്കും ഇതിന്റെ ഫ്ലേവർ എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം കിക്കാറ്റും മധുരമാണ്, അതുപോലെ സ്ട്രോബെറി അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ട്. സോ അതുകൊണ്ട് കുടിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്ക് എന്തായാലും ഉണ്ട്. ഇനി എന്തായാലും നമുക്ക് അടിച്ചു നോക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ കിക്കാറ്റും സ്ട്രോബെറി വെച്ച് അടിച്ചു. പക്ഷേ കളർ സ്ട്രോബെറി കണ്ടില്ല. രണ്ടും അത്യാവശ്യം ക്വാണ്ടിറ്റി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് കൂടുതലൊന്നും കുറവൊന്നുമല്ല. പക്ഷേ മണമൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഷാർജ ഷേക്കില്ല പഴത്തിൻ്റെ മണം വരുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. രണ്ടിൻ്റെ ഫ്ലേവർ അല്ല, അതായത് സ്ട്രോബെറിയുടെയും കിക്കാറ്റിൻ്റെയും ഫ്ലേവർ അല്ല, ഒരു രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ വേറെ എന്തോ ടേസ്റ്റ് മാതിരി. അതായത് നമ്മുടെ റോബസ്റ്റൊക്കെ പഴം വരില്ലേ, ഞാൻ ഒരു തമാശക്ക് പറയല്ല, കളർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എന്താ അവസ്ഥ എന്ന്. അപ്പോൾ എനിക്കിഷ്ടമായിട്ടോ, എനിക്കൊരു വെറൈറ്റി ടേസ്റ്റ്. ചിക്കുവിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചിക്കുവിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അവർക്കും ബൈ.